ഒരു രക്ഷയില്ല. ഇവിടെ ഈ തേയിലക്കാടോ കാര്യങ്ങളോ ഒന്നുമല്ല. അവിടെ കംപ്ലീറ്റ് ആണ് മൂന്നാറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞാൽ തന്നെ പിന്നെ പറയുന്നില്ല. നിങ്ങൾ നേരിട്ട് വരണം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എവിടെ ഈ കാഞ്ഞാറ് കുടയത്തൂർ ഭാഗം ചോദിച്ചു വന്നാൽ മതി. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മൂലമൺ റൂട്ടിൽ കാഞ്ഞാറിനടുത്തുള്ള സ്ഥലമാണ് കുടയത്തൂർ എന്ന ഗ്രാമം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഗ്രാമീണ ജീവിതവും ഇനി ദൂരെ ബാക്ക്ഗ്രൗണ്ടിലെ പശ്ചിമഘട്ട മലനിരകളുടെ സാന്നിധ്യം കമ്പൈൻ ചെയ്ത മനോഹരമായ കാഴ്ചകളുണ്ട് ഇവിടെ എല്ലാം. ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം ഇത്. അതായിരിക്കും ദൃശ്യം ഉൾപ്പെടെ പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുടയത്തൂർ കാഴ്ചകൾ ഇതിനെ ആസ്വദിച്ച് കണ്ടു പോകുന്നതിനിടയ്ക്ക് ഔപചാരികമായിട്ടാണ് ഞാൻ ദൃശ്യത്തിന്റെ ലൊക്കേഷനായിരുന്ന കയ്പക്കവലയിൽ എത്തിയത്. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ചേച്ചിമാർ ഒരു കടയ്ക്കകത്ത് ചായ കുടിച്ച് വർത്താനൊക്കെ കുടിച്ചിട്ട് ചിളിച്ചിരിക്കുന്നു. ഞാനും സംസാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഈ സ്ഥലത്ത് എവിടെ പ്രത്യേകമാണ്. അപ്പോഴാണ് അവർ പറയുന്നത് അവരിരിക്കുന്ന നേരെ മുകളിലായിട്ട് ഈ കാണുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഈ ബ്ലാങ്കായി കാണുന്ന ഈ സ്ഥലത്തായിരുന്നു മോഹൻലാലും നീരജ് മാധവുമുള്ള ആ കേബിൾ ഓഫീസ് അവിടെ സെറ്റിട്ട് ചിത്രീകരിച്ചാണ്. അങ്ങനെ സംഭവം അവിടെ നിലവിലില്ല. അന്ന് അവർ സ്റ്റെയർ കേസൊക്കെ വെച്ച് സെറ്റിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഈ പ്ലേ ഗ്രൗണ്ടിൽ ഈ കളിസ്ഥലത്ത് ഇവിടെ ആയിരുന്നു ഹോട്ടൽ സെറ്റിട്ടിരുന്നത്. പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് പോലീസ് സ്റ്റേഷൻ. നോക്കി ആ സിനിമയെ കാണാം നമുക്ക്. കാഞ്ഞാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ആറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. അതാണ് ആ സ്ഥലം. അതിപ്പം കാട് പിടിച്ചു കിടക്കുക. അന്ന് സെറ്റിട്ടിരുന്ന അവിടെ. പിന്നെ ഇപ്പം ഇവിടെ ഒരു പലചരക്കട മറ്റോ അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. ആ ചേർന്ന ചേച്ചിമാരുടെ ഹോട്ടൽ എൻ്റെ മേളിലായിരുന്നു മോഹൻലാലിൻ്റെ കേബിൾ ഓഫീസ് ചിത്രീകരിച്ചിരുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കയ്പക്കവല. രസം കേട്ടോ സ്ഥലമൊക്കെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഏരിയയിലൊക്കെ വന്ന് ഇവിടെ എല്ലാം കാണണം. ഈ സ്ഥലം എന്നല്ല, ഈ ഏരിയ മൊത്തം കവർ ചെയ്ത് കാണുന്നത്. അതുപോലെ മനോഹരമായ ശാന്തമായ സ്ഥലങ്ങളാണ് ഇവിടെ മുഴുവൻ. എല്ലാം നമുക്ക് വളരെ നാട്ടുകാരാണല്ലോ, വളരെ സൈലൻ്റായിട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യർ, നല്ല ആളുകൾ, നല്ല സ്ഥലങ്ങൾ ഇഷ്ടംപോലെ. നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുക അവിടെ ലോകം. അതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കരമാണ് ഇഷ്ടപ്പെട്ടു കുടയത്തൂർ.